കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിലും മീഡിയയിലൊക്കെ കാണുന്നത് കുറേ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണല്ലേ. അതും വളരെ യങ് ആയിട്ടുള്ള 20-നും 30-നും ഇടയിലൊക്കെ പ്രായമുള്ള കുറേ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണോ, ഓർ ഈസ് ദെയർ സംതിങ് ബിഹൈൻഡ് ദാറ്റ്? നമുക്കൊന്ന് നോക്കിയാലോ. വേർദർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ട്. അതായത് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ അതേ ഇഷ്യൂയിലൂടെ കടന്നു പോയ ഒരാളുടെ സൂയിസൈഡ് ന്യൂസ് ഭയങ്കര ഗ്രാഫിക്കലായിട്ട് സെൻസേഷണലായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അവരിലും ആ ഒരു സൂയിസൈഡ് ടെൻഡൻസി ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 2021 വിസ്മയുടെ മരണത്തിനോടനുബന്ധിച്ച് അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന 3-4 കുട്ടികളെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വേർദർ എഫക്റ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ മീഡിയയിൽ ഇത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഭയങ്കര സെൻസേഷണലൈസ് ചെയ്തിട്ടോ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇതൊരിക്കലും പോർട്രേ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ സൂയിസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ പോർട്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻസ്, അതേപോലെ തന്നെ മെസ്സേജസ് ഓഫ് ഹോപ്പ്, ഇതൊക്കെ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ അവർ എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചു, അവരുടെ സഫറിങ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ റീൽസിലും മറ്റ് വീഡിയോസിലൊക്കെ ഇത്രയും സെൻസേഷണലൈസ് ആയിട്ട് ശരിക്കും കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ട്രിഗേർഡായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്. സൈലൻ്റായിട്ട് സഫർ ചെയ്യുന്ന ആളുകളെ വെറുതെ ട്രിഗർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിളായിട്ട് മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും പഠിക്കണം. ഒരു വാട്സപ്പ് സ്റ്റോറി ഇടുന്നതിന് മുൻപോ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപോ ഇത് കാരണം വേറൊരാൾക്ക് ട്രിഗർ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സജസ്റ്റ് ദം ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്, സജസ്റ്റ് ദം ടു ടേക്ക് തെറപ്പി സോ ദാറ്റ് ദേ ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു.